വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം നൽകി 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജയിൽ ഡിഐജി അജയ്കുമാർ, ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് നടപടി. സലീം മാലിക് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. സലീം, വിശദാംശങ്ങൾ. ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിലായതിനു ശേഷം ആ ജയിലിൽ വഴിവിട്ട സഹായം ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള പരാതി. അതിൽ വിശദമായ അന്വേഷണം ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ജയിൽ ഡിഐജിയായ അജയകുമാറിനും ഒപ്പം ജയിൽ സൂപ്രണ്ടിന് രാജു എബ്രഹാമിനും സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇവർ നൽകിയ വിശദീകരണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല എന്നുള്ളതാണ് ജയിൽ വകുപ്പിന്റെ കണ്ടെത്തൽ. ആ റിപ്പോർട്ട് ഈ ജയിൽ മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിന് അനധികൃതമായി പണം കൈമാറുകയും ഒപ്പം തന്നെ മറ്റു പല സഹായങ്ങളും ജയിലിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഇവർക്കെതിരായ ആരോപണം. അതിന് പിന്നാലെ ഇവരോട് വിശദീകരണം ചോദിച്ചപ്പോൾ അത് ബാത്റൂം ഉപയോഗിക്കാൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള വിശദീകരണങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത്. ആ വിശദീകരണങ്ങൾ തൃപ്തികരമല്ല എന്നുകൂടി കണ്ടെത്തിയാണ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ ഗൗരവത്തോടുകൂടി പോലീസ് ആ കേസിലെ ഹണി റോസ് നൽകിയ പരാതിയിൽ തന്നെ കേസിനെ ഗൗരവത്തിൽ തന്നെ പോലീസ് എടുത്തിരുന്നു. പിന്നാലെയാണ് പോലീസ് അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ ലഭിച്ച സഹായത്തിലും നടപടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും കടുത്ത നടപടി തന്നെ, സസ്പെൻഷൻ എന്ന കടുത്ത നടപടി തന്നെ ആ വഴിവിട്ട സഹായത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ജയിൽ ഡിഐജി അജയ്കുമാർ, ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായത്. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.